നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആരായിരിക്കും ആ ഭാഗ്യശാലി? വിഷുബമ്പർ നറുക്കെടുപ്പിൻ്റെ നിമിഷങ്ങളാണിത്. അല്പസമയത്തിനകം നറുക്കെടുപ്പ് ആരംഭിക്കും. ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപ വീതം 6 പരമ്പരകൾക്കാണ് രണ്ടാം സമ്മാനം. ഇക്കുറി 45 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. പാലക്കാടാണ് കൂടുതൽ ടിക്കറ്റ് വിട്ടത്. കഴിഞ്ഞ വർഷം 42,87,350 വിഷുബമ്പർ ടിക്കറ്റായിരുന്നു വിറ്റിരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ടിക്കറ്റുകൾ ഇത്തവണ വിറ്റുപോയിട്ടുണ്ട്. അതായത് റെക്കോർഡ് വിൽപ്പന. വിഷുബമ്പർ ടിക്കറ്റ് വാങ്ങിയത് വലിയ റെക്കോർഡ് വിൽപ്പനയായിരുന്നു. എപ്പോഴാണ് ഈ ചടങ്ങ്, ഈ നറുക്കെടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്? ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിൽ നറുക്കെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ എല്ലാവിധ ഒരുക്കങ്ങളും അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തവണ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് നടന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ച് പോയിരിക്കുന്നത്. 5 ലക്ഷത്തിലധികം 11 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ വിറ്റഴിഞ്ഞിരുന്നു. അതിനുശേഷം തൃശൂർ ജില്ലയിലാണ് 5 ലക്ഷം, തിരുവനന്തപുരം ജില്ലയിൽ 4 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. മൊത്തം റെക്കോർഡാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. 45 ലക്ഷം ടിക്കറ്റ് ഏജന്റുമാർ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 12 കോടിയാണ് ഇത്തവണത്തെ വിഷുബമ്പറിന്റെ ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത്. ആ ഭാഗ്യവാൻ എവിടെ നിന്നായിരിക്കും, ഏത് ജില്ലയിൽ നിന്നായിരിക്കും എന്ന കാര്യത്തിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ആ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ഗോർഖി ഭവനിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാം സമ്മാനമായി 12 കോടിയും ഒപ്പം തന്നെ മറ്റ് സമാശ്വാസ സമ്മാനങ്ങളുമുണ്ട്. ഒന്നാം സമ്മാനം നേടുന്ന അതേ അക്കം വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപയുടെ സമാശ്വാസ സമ്മാനം ലഭിക്കും. ഒപ്പം രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 6 പരമ്പരകളിലെ ടിക്കറ്റുകൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപയുമാണ് സമ്മാനമായി വരുന്നത്. 6 പരമ്പരകൾക്ക് നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതവും ലഭിക്കുകയും ചെയ്യും. 300 രൂപ നിരക്കിലായിരുന്നു ടിക്കറ്റ് വിൽപ്പന നടത്തിയത്. ഇപ്പോൾ ഗോർഖി ഭവനിൽ ഇതിന്റെ നറുക്കെടുപ്പ് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു. രണ്ടാം സമ്മാനവും പാലക്കാട് ജില്ലയിലായിരുന്നു. അതിനു മുൻപത്തെ ഓണം ബമ്പർ ലഭിച്ചത് എറണാകുളത്ത് വിറ്റ ആലപ്പുഴ സ്വദേശി വാങ്ങിയ ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത്. ഇത്തവണ മറ്റൊരു ജില്ലയിലേക്ക് ഭാഗ്യം എത്തുമോ, അല്ല സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുമോ എന്ന കാര്യത്തിലടക്കം ഏതാനും നിമിഷങ്ങളുടെ ആകാംക്ഷ മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് സാധാരണഗതിയിൽ ഈ നറുക്കെടുപ്പ് ദിവസത്തിന് തലേനാൾ കൂടി ലോട്ടറി കാര്യത്തിൽ നിന്നും ഏജന്റുമാർക്ക് ടിക്കറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇക്കുറി 2 ദിവസം മുൻപ് ഈ മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാന 2 ദിവസത്തിൽ ഏകദേശം 6 ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റുപോയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് സാരംഗ്, ഈ വലിയ സമ്മാനങ്ങൾ, അതോടൊപ്പം ഈ മറ്റ് ഭാഗ്യശാലികൾക്ക് കൂടി, അതായത് ഒന്നാം സമ്മാനം മാത്രമല്ല, നിരവധി സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും പലരും ഈ ഭാഗ്യം തേടി പോകുന്നതല്ലേ? തീർച്ചയായും. കാരണം വലിയ തുക തന്നെയാണ് കഴിഞ്ഞ ഇതിന് മുൻപുള്ള 2 ബമ്പറിലും ഈ ബമ്പറിലും വിഷു ബമ്പറിലും ഒന്നാം സമ്മാനമായി നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആര്യ MA, ബഹുമാനപ്പെട്ട ഫിലിം ആർട്ടിസ്റ്റ് ശ്രീമതി ആശ നായർ എന്നിവരെ നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യക്കുറി വകുപ്പ് നിയോഗിച്ചിട്ടുള്ള ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ വിഷു ബമ്പർ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരെ നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നോടിയായി 2 തവണ ട്രയൽ റൺ നടത്തുന്നു. നറുക്കെടുപ്പ് ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ
സാരംഗ് സുധാകരൻ സൂചിപ്പിച്ചതുപോലെ നിരവധി സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയായിരുന്നു. 45 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റ് തീർന്നു. ഈ പ്രത്യേകിച്ച് അവസാന 2 ദിവസത്തിൽ മാത്രം ഏകദേശം 6 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയതാണ് കണക്ക്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം, 300 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. ഈ കാര്യാലയത്തിൽ നിന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് മൊത്ത വിതരണ കേന്ദ്രങ്ങളിലും ഇത്തവണ ടിക്കറ്റിൻ്റെ ക്ഷാമം ഉണ്ടായി എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. ചെറുകിട കച്ചവടക്കാർക്ക് ആവശ്യമായതിനാൽ കൂടുതൽ ടിക്കറ്റുകൾ നൽകിയിരുന്ന പതിവ് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ബമ്പർ ടിക്കറ്റ് നറുക്കെടുപ്പിൻ്റെ തലേ ദിവസം മൊത്ത വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ വിതരണം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം 40 ലക്ഷം ടിക്കറ്റുകൾ അടിച്ചിരുന്നെങ്കിൽ പോലും 42,87,000 ടിക്കറ്റുകൾ മാത്രമേ വിറ്റിരുന്നുള്ളൂ. അതായത് 2 മാസം മുൻപ് നറുക്കെടുത്ത സമ്മർ ബമ്പർ ടിക്കറ്റിലും ഗണ്യമായ വിൽപ്പന ഉണ്ടായിരുന്നു. ആകെ അച്ചടിച്ച 43 ലക്ഷം ടിക്കറ്റുകളിൽ ഏകദേശം 41 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കിയ കാര്യം. ഈ ബമ്പർ ടിക്കറ്റിൽ വിൽപ്പന റെക്കോർഡിലെത്തിയപ്പോൾ പ്രതിദിന ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായി എന്ന രീതിയിലുള്ള ചില വിവരങ്ങളുമുണ്ട്. എന്തായാലും സാരംഗ് സുധാകരനിലേക്ക്, സാരംഗ്, ഈ നറുക്കെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല ഇത്തവണ ഓരോ ദിവസവും റെക്കോർഡ് വിൽപ്പന ഉണ്ടായി. അതായത് അവസാന ദിവസം ടിക്കറ്റ് കിട്ടിയില്ല. അതായത് അച്ചടിച്ച ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോയി എന്നാണ് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 42 ലക്ഷത്തിലധികം ടിക്കറ്റുകളായിരുന്നു വിറ്റുപോയത്. പിന്നീട് ഇത്തവണ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുന്നു എന്ന തരത്തിലുള്ള രീതിയിലേക്ക്, അതായത് ഒന്നാം സമ്മാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് സമാശ്വാസ സമ്മാനങ്ങൾ അടക്കം, അതായത് ഒരേ സീരീസിൽ തന്നെ നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം അവരെ തേടിയെത്തും എന്ന തരത്തിലുള്ള, അതായത് ഒരാൾ ഒരു ടിക്കറ്റ് ആയിരുന്നു പണ്ടൊക്കെ സ്ഥിരമായി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നിലധികം ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഭാഗ്യപരീക്ഷണത്തിന് മലയാളികൾ കൂടുതൽ മുതിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു സുതാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ കേരള ലോട്ടറി വകുപ്പിനെ തന്നെ വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുവാൻ കാരണമാകുന്നത്. മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും സ്വീകാര്യത കൂടുതലുണ്ട്. മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും സ്വീകാര്യത കൂടുതലായിട്ട് വരുന്ന ഒരു ബമ്പറാണ് കേരള ബമ്പർ. അതുകൊണ്ട് തന്നെ എല്ലാ ബമ്പർ സമയങ്ങളിലും, അതായത് ന്യൂ ഇയർ ആയിക്കോട്ടെ, വിഷു അല്ലെങ്കിൽ ഓണം ബമ്പറുകളിലെല്ലാം വലിയ രീതിയിലുള്ള വിൽപ്പന കഴിഞ്ഞ തവണയേക്കാൾ ഓരോ വർഷം കൂടുന്തോറും അത്തരത്തിൽ വർധന ഉണ്ടാവുന്നുണ്ട്. ഓണം ബമ്പറിനടക്കം 25 കോടി രൂപ ഒന്നാം സമ്മാനം പ്രഖ്യാപിച്ച സമയത്ത് വലിയ രീതിയിലുള്ള വിൽപ്പന ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തവണയും വിൽപ്പനയിൽ യാതൊരുവിധ കുറവുമില്ല. അത് ഒന്നാം സമ്മാനം അടക്കമുള്ള സമ്മാനങ്ങൾ എവിടേക്ക് എത്തും, ഏതാണ് ആ ഭാഗ്യവാൻ? മാത്രമല്ല ഇതിന് മുൻപുള്ള സമയത്തടക്കം അറിയാം, ഒന്നാം സമ്മാനം ലഭിച്ച പലരുടെയും ബുദ്ധിമുട്ടുകൾ, അതായത് പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്നതിനടക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നതുകൊണ്ട് ഒന്നാം സമ്മാനക്കാരൻ അല്ലെങ്കിൽ സമ്മാനം ലഭിച്ചയാൾ വളരെ വൈകി മാത്രം അക്കാര്യം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ആ ഒരു കാര്യത്തിലേക്ക് അല്പം നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ അതിലേക്ക് ഒരു വ്യക്തത വരും. ടോം, യെസ്, ഇനി ഏതാനും നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ്. വിഷു ബമ്പർ ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കും. ആരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക? സാധാരണഗതിയിൽ മന്ത്രിയടക്കം പങ്കെടുക്കുന്നൊരു പതിവുണ്ട്. പക്ഷെ ഇത്തവണ എങ്ങനെയാണ്? ഉദ്യോഗസ്ഥരാണോ അതോ മന്ത്രിമാരാരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? ളുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുൻപ് ഓണം ബമ്പറിലടക്കം KN ബാലഗോപാൽ ആയിരുന്നു ആ സമയത്ത് ധനമന്ത്രി. അദ്ദേഹം നേരിട്ട് വന്നിരുന്നു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ. പക്ഷേ ഈ സമയത്ത് അതിനുശേഷം നടന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിലടക്കം അത്തരത്തിൽ മന്ത്രിമാരാരും പങ്കെടുത്തിരുന്നില്ല. ഈ ഒരു വിഷു ബമ്പറിലും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഹാളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മന്ത്രിമാരോ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മറ്റ് ആരെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ബമ്പർ സമ്മാനം ആരെ തേടിയെത്തുന്നു എന്ന കാര്യത്തിലടക്കം നറുക്കെടുപ്പിന്റെ എല്ലാ കാര്യക്രമത്തിലും പങ്കെടുക്കുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇപ്പോൾ നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കാര്യത്തിൽ
വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ VD135452. ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ VD135452. ഇതേ നമ്പറിലെ മറ്റ് 5 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 5 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനത്തുക. അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ രണ്ടാം സമ്മാനത്തിനായി മക്കളിലേക്ക് കടക്കുകയാണ്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 6 പരമ്പരകൾക്കാണ് നൽകുന്നത്. ആകെ 6 കോടി രൂപയാണ് രണ്ടാം സമ്മാനത്തുക. ആദ്യമായി VA പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി SS സിന്ധുവിനോട് അഭ്യർത്ഥിക്കുന്നു. VA പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VA616453. VA616453. VB പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VB പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VB964455. ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. ബസ് നമ്പർ ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VB പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VB327020. VB327020. VC പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ അഡ്വക്കേറ്റ് ആര്യ MAയോട് അഭ്യർത്ഥിക്കുന്നു. VC പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VC348224. VC348224. VD പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി ആശ നായരോട് അഭ്യർത്ഥിക്കുന്നു. VD പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VD252972. VD252972. VE പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ അഡ്വക്കേറ്റ് ആര്യ MAയോട് അഭ്യർത്ഥിക്കുന്നു. VE പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VE649598. VE649598. VG പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VG പരമ്പരയ്ക്ക് സമാനാർത്ഥമായ നമ്പർ VG367998. VG367998. അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യശ്രീയുടെ മൂന്നാം സമ്മാനത്തിനായുള്ള മക്കളിലേക്ക് കടക്കുകയാണ്. മൂന്നാം സമ്മാനമായ 10 ലക്ഷം രൂപ 6 പരമ്പരകൾക്കാണ് നൽകുന്നത്. ആകെ 60 ലക്ഷം രൂപയാണ് മൂന്നാം സമ്മാനത്തുക. ആദ്യമായി VA പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി SS സിന്ധുവിനോട് അഭ്യർത്ഥിക്കുന്നു. VA പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VA238131. VA238131. VB പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി ശോഭനയോട് അഭ്യർത്ഥിക്കുന്നു. VB പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VB149470. VB149470. VC പരമ്പര നറുക്കെടുക്കുന്നു. ബസ് നമ്പർ ശ്രീമതി SS സിന്ധുവിനോട് അഭ്യർത്ഥിക്കുന്നു. VC പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VC133511. VC133511.
VD പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VD പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VD 575123. VD 575123. VE പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ആര്യ MAയോട് അഭ്യർത്ഥിക്കുന്നു. VE പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VE 363410. VE 363410. VG പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി ആശ നായരോട് അഭ്യർത്ഥിക്കുന്നു. VG പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VG 480536. VG 480536. അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 4ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 4ാം സമ്മാനമായ 5 ലക്ഷം രൂപ 6 പരമ്പരകൾക്കാണ് നൽകുന്നത്. ആകെ 30 ലക്ഷം രൂപയാണ് 4ാം സമ്മാനത്തുക. ആദ്യമായി VA പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ആര്യ MAയോട് അഭ്യർത്ഥിക്കുന്നു. VA പരമ്പരയ്ക്ക് നറുക്കെടുത്ത നമ്പർ VA 939776. ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ആര്യ MAയോട് അഭ്യർത്ഥിക്കുന്നു. VA പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VA 818975. VA 818975. VB പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VB പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VB 749053. VB 749053. VC പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി SS സിന്ധുവിനോട് അഭ്യർത്ഥിക്കുന്നു. VC പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VC 777708. VC 777708. VD പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി ശോഭനയോട് അഭ്യർത്ഥിക്കുന്നു. VD പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VD 123033. VD 123033. VE പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി SS സിന്ധുവിനോട് അഭ്യർത്ഥിക്കുന്നു. VE പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VE 448421. VE 448421. VG പരമ്പര നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി മേരി പുഷ്പത്തിനോട് അഭ്യർത്ഥിക്കുന്നു. VG പരമ്പരയ്ക്ക് സമാനാർഹമായ നമ്പർ VG 823578. VG 823578. 1, 2, 3, 4 സമ്മാനങ്ങൾ നേടിയ ഭാഗ്യശാലികൾക്ക് ഭാഗ്യക്കുറി വകുപ്പിന്റെ അഭിനന്ദനങ്ങൾ. ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനാർഹമായ VB 135452 എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സബ് ഓഫീസിലെ ഏജന്റായ ശ്രീ അനിൽ D. ഏജൻസി നമ്പർ Q4301. ടിക്കറ്റ് വിറ്റഴിച്ച ഏജന്റിന് അഭിനന്ദനങ്ങൾ. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 5ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വിഷു ബമ്പർ
തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനം 12 കോടി രൂപ VB 135452 എന്ന നമ്പറിനാണ്. രണ്ടാം സമ്മാനം 1 കോടി രൂപ 6 പേർക്കുണ്ട്. BA 616453, BA 616453, BB 302070, BC 348224, BD 252972, BE 649598, BG 367998. രണ്ടാം സമ്മാനം 1 കോടി രൂപയാണ് 6 പേർക്ക്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതമാണ്. മൂന്നാം സമ്മാനം അത് 6 പേർക്കാണ് ഈ 10 ലക്ഷം രൂപ വീതം ഇതുള്ളത്. സാരംഗ് സുധാകരനിലേക്ക്. സാരംഗ്, ഇപ്പോഴും ഈ നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണ് ഒന്നാം സമ്മാനം എവിടെയാണ് അടിച്ചതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ കരുനാഗപ്പള്ളിയുടെ ഏജന്റാണെന്ന ഒരു ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും. കാരണം ഇത്തവണ ഒന്നാം സമ്മാനം കേരളത്തിന്റെ കൊല്ലം ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി വിറ്റിരിക്കുന്ന ടിക്കറ്റിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ D എന്ന വ്യക്തിയുടെ ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ പാലക്കാട് ജില്ലയുടെ ഒരു അപ്രമാദിത്യം എല്ലാ തവണയും ബമ്പർ ടിക്കറ്റ് ഒന്നാം സമ്മാനം ലഭിക്കുന്നതിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് കൊല്ലം ജില്ലയിലേക്ക് ആ ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നു വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണയും പാലക്കാട് ജില്ലയിൽ 1-2 സ്ഥാനം ലഭിച്ചിരുന്നു. അതിനു മുൻപ് ആലപ്പുഴയിലെ ായിരുന്നു. ഇത്തവണ കൊല്ലത്തേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. മറ്റ് നമ്പറുകളും ഇപ്പോൾ, അതായത് ഒന്നാം സമാശ്വാസ സമ്മാനങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു അധികം പേരും ടിക്കറ്റ് എടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 12 കോടിയിൽ അപ്പുറത്തേക്ക് സമാശ്വാസ സമ്മാനമായി നിരവധി സീരീസുകളിലുള്ള നമ്പറുകൾക്ക് സമ്മാനം ലഭിക്കും. അത്തരത്തിൽ രണ്ടാം സമ്മാനം 1 കോടി രൂപ 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ VA 616453, രണ്ടാം സമ്മാനം 1 കോടി 6 പേർക്ക് ലഭിച്ചതിൽ ഇത്രയും നമ്പറുകൾ, അതായത് VA മുതൽ മറ്റ് സീരീസുകൾ VG വരെയുള്ള സീരീസുകളിൽ 6 ടിക്കറ്റുകൾക്ക് നമ്പറുകൾക്ക് ഈ തുക ലഭിക്കും. ഒപ്പം തന്നെ മൂന്നാം സമ്മാനമായ 10 ലക്ഷം രൂപ 3 പേർക്കാണ്, അതായത് 6 പേർക്കാണ് ലഭിക്കുക. അതും ഓരോ സീരീസ് വെച്ചിട്ടുള്ള നമ്പറുകൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്തിനായാലും ഇത്തവണ മറ്റ് ജില്ലകളെ എല്ലാം കടത്തിവിട്ടിക്കൊണ്ട് കൊല്ലം ജില്ലയിലേക്ക് ഒന്നാം സമ്മാനം എത്തിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇത് കൊല്ലം ജില്ലയിലെ ആൾക്ക് തന്നെയാണോ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം കഴിഞ്ഞ തവണ എറണാകുളം, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ച സമയത്ത് അത് എറണാകുളം ജില്ലയിൽ വിറ്റ ടിക്കറ്റ് വാങ്ങിയത് പക്ഷേ ആലപ്പുഴ ജില്ലക്കാരനായിരുന്നു. അത്തരത്തിൽ പുറമെ നിന്ന ഒരു ജില്ലക്കാരനാണോ അവിടെ എത്തി യാത്രാമധ്യേ മറ്റും വാങ്ങിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം ബമ്പർ സമ്മാനം പോകുന്ന ഒരു ചരിത്രവും കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. പുറമെ നിന്നും ആൾക്കാർ വന്ന് ഭാഗ്യപരീക്ഷണം നടത്തുന്നതും ഒപ്പം കൊല്ലം ജില്ലയിൽ നിന്നും ഹോൾസെയിലായി ടിക്കറ്റ് വാങ്ങി മറ്റ് ജില്ലകളിലേക്ക് അടക്കം പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലായിരിക്കില്ല, കാരണം ഏജൻസി നമ്പർ അടക്കം വന്ന സ്ഥിതിക്ക് അവിടെ നിന്നും തന്നെ വിറ്റ ടിക്കറ്റ് ആയിരിക്കും. ആ ഒരു ടിക്കറ്റ്, അതായത് ഏത് ആളിലേക്കാണ് എത്തിയത്, അത് വലിയ ഹോൾസെയിലായിട്ട് ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഒരു കടയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒന്നാം സമ്മാനം ഇത്തവണ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ആരാണ് എന്നൊരു ചോദ്യം മാത്രമേ ഇനി നിലനിൽക്കുന്നു. VB 135452 എന്ന നമ്പറിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. മറ്റ് നമ്പറുകളും നമ്മളിപ്പോൾ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. യെസ്, അതാണ് ഏറെ കൗതുകമുണർത്തിയ കാര്യം. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ മറ്റ് ജില്ലകൾക്ക് ഉള്ളവർ പോലും യാത്രാമധ്യയൊക്കെ ടിക്കറ്റ് എടുക്കാറുണ്ട്. ഇതിനു മുൻപ് ടിക്കറ്റ് അടിച്ച്, അതായത് ഇതര സംസ്ഥാനക്കാർക്ക് പോലും ടിക്കറ്റ് അടിച്ച ചരിത്രമുണ്ട്. കഴിഞ്ഞ ബമ്പർ സമ്മാനത്തെക്കുറിച്ച് സാരംഗ് സൂചിപ്പിച്ചു. ആലപ്പുഴ സ്വദേശിക്കായിരുന്നു, എറണാകുളത്ത് നിന്നെടുത്ത ടിക്കറ്റാണ്. ഇത്തവണയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമല്ലോ. ഒരുപക്ഷെ ഈ കരുനാഗപ്പള്ളിയിലെ ഏജന്റിനാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ള ഒരാളാകാമല്ലേ ഭാഗ്യശാലി. തീർച്ചയായും. കാരണം ഭാഗ്യശാലികൾ മറ്റ് ജില്ലകളിലടക്കം പോയി, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ജോലിക്കായി അല്ലെങ്കിൽ സമീപ ജില്ലകളിൽ നിന്നടക്കം ജോലിക്കായി കൊല്ലത്തേക്ക് എത്തിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം, പുറമെ നിന്നും യാത്ര ചെയ്തു വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേനലവധി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു, ആ വേനലവധി സമയത്ത് യാത്ര ചെയ്ത അത്തരത്തിലുള്ള കുടുംബങ്ങളാവാം. അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഏജൻസിയിലാണ് ലോട്ടറി ടിക്കറ്റ് വിറ്റത് എന്നതിനപ്പുറത്തേക്ക് ഏത് ആളുടെ കയ്യിലേക്കാണ് ഈ ഒന്നാം സമ്മാനത്തിന്റെ തുക അല്ലെങ്കിൽ ഈ ടിക്കറ്റ് എത്തിയിരിക്കുന്നത് എന്നൊരു ആകാംക്ഷ ഇനിയും നിലനിൽക്കുന്നു.
നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുൻപത്തെ അനുഭവ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അവർ ഈ ഒരു മാധ്യമങ്ങൾക്ക് മുൻപിലേക്കോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നേരിട്ട് ബാങ്കിലെത്തി ടിക്കറ്റ് സമർപ്പിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ കാരണം ഏതൊരു വലിയ തുകയുമാണ് അത് മറ്റ് ടാക്സ് അടക്കം ഒഴിവാക്കിക്കൊണ്ട് കയ്യിലേക്ക് എത്തുമ്പോൾ അത് തുക വലിയതായിട്ട് തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ശ്രദ്ധ തങ്ങളിലേക്ക് എത്താതിരിക്കാൻ പലരും ശ്രദ്ധിക്കാറുമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ അതായത് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ അടിച്ച സമയത്തടക്കം ആലപ്പുഴക്കാരൻ വളരെ വൈകിയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബാങ്കിലെത്തി ടിക്കറ്റ് സമർപ്പിക്കുകയും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരികയും ചെയ്തത്. അത്ര കണ്ട് പണ്ടൊക്കെ ഒന്നാം സമ്മാനം അടിക്കുന്ന വ്യക്തി ഉടൻ തന്നെ ആ സന്തോഷം മറ്റുള്ളവരുടെ എല്ലാം പങ്കിടാറുണ്ട്. പക്ഷേ പിന്നീട് നടന്ന പല മോശപ്പെട്ട അനുഭവത്തിന്റെ പുറത്ത് ഇപ്പോൾ അധികം ആരും അത് ഒന്നാം സമ്മാനമാണെന്നില്ല വലിയ തുക അടിക്കുന്ന പലരും അങ്ങനെ രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുമധ്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. എന്ത് തന്നെയായാലും അധികം വൈകാതെ തന്നെ ഏതാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അത് ഏത് ജില്ലക്കാരനാണ് അല്ലെങ്കിൽ ഏത് ജില്ലക്കാരിയാണ്, അത് പുറമേക്ക് സംസ്ഥാനത്തിന് പുറമേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. നമുക്ക് ഈ ഒരു കൊല്ലം ജില്ലയിലെ ഏജൻസി അടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഓരോരുത്തരും വാങ്ങുന്ന ടിക്കറ്റുകൾ വളരെ കൃത്യമായി നോട്ട് ചെയ്യുന്ന ആൾക്കാരടക്കം ചില ഏജൻസികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിക്കറ്റിന്റെ ഉടമ അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു ടിക്കറ്റിന്റെ ഭാഗ്യം എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ അല്പം കഴിഞ്ഞ് തന്നെ ഒരു വ്യക്തത വരും. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും അല്പസമയത്തിനകം ഒരുപക്ഷെ ആ ഭാഗ്യശാലി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഒരു ഏജന്റിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ പലരും ലോട്ടറി അടിച്ചാലും ഈ ഭാഗ്യം തേടി വന്നാലും ഇത് പുറത്തു പറയാറില്ല. കാരണം അതുപോലുള്ള പല ദുരനുഭവങ്ങളും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വീട്ടിൽ വന്ന് കടം ചോദിക്കുക, പിന്നെ വീട്ടിലൊരു സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടാകും. പലരും സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടെത്തും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ബമ്പർ സമ്മാനങ്ങൾ അടിക്കുന്നവർ അത് രഹസ്യമായി വയ്ക്കുന്നത്. പക്ഷേ എന്തായാലും ആ ഭാഗ്യശാലിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇടവേള. പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ വി.ഡി. സതീശന്റെയും ഇഷ്ട കഥാപാത്രമായി കർണൻ മാറി. പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല, അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജ്ജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദറില്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനൊപ്പം സതീശനുമെത്തി മൂന്നാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ കെ കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡറുടെ മറുപടി. ഗ്രൂപ്പ് കളികളിലും അവഗണനയിലും മനമെടുത്ത് ഒരിക്കൽ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചതായിരുന്നു വി.ഡി. സതീശൻ. ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി തിരികെ വന്നത് A.K. ആന്റണിയുടെ നിർബന്ധപ്രകാരം. ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ 96-ൽ പോരാടി വീണു. 2001-ൽ ജയം. പിന്നീടുള്ളത് ചരിത്രം. സ്കൂൾ കാലം മുതൽ മികച്ച പ്രസംഗകനായിരുന്നു സതീശൻ. നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി. 2006-ലെ VS സർക്കാരിന്റെ കാലത്ത് സഭയിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ. സർക്കാരിനെതിരെയുള്ള നിർണായക നീക്കങ്ങളിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിർത്തിയത് സതീശനെ. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യ ഇടനിലക്കാരൻ ബിലാൽ പീഡിപ്പിച്ചതായി പരാതിക്കാരിയുടെ മൊഴി.
ദുബായിൽ വെച്ചായിരുന്നു പീഡനം. റാക്കറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി ബിലാൽ നിരവധി സിമ്മുകളും ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു. ബിലാലിനെയും സിന്ധുവിനെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ബിലാലിൻ്റെ ഇടപാടുകൾ, ഈ സെക്സ് റാക്കറ്റ് ഇടപാടുകൾ മാത്രമല്ല, ഇയാൾ ഈ യുവതികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്, മൊഴിയുണ്ട്. എന്താണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്? മറ്റു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ബിലാലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ഇപ്പോൾ റിമാൻഡിലുമാണ്. പക്ഷേ അതിനു മുൻപ് ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ വളരെ വിശദമായി ബിലാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീകുമാർ എന്ന ബിലാൽ ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അയാളും സ്റ്റോയിസ് എന്ന സിന്ധുവും ചേർന്നാണ് കൂടുതൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇവർ വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇവരിൽ നിന്ന് വലിയ പീഡനങ്ങൾ ഇവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ശാരീരിക പീഡനങ്ങൾക്ക് ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതി കൂടി ഈ പരാതിക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഇത് പോലീസിനോട് ഇവർ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇയാൾ ഇവരെ ഉപയോഗിച്ചാണ് ഇത്തരം വീഡിയോകളടക്കം നിർമ്മിച്ചത് എന്നൊരു സംശയം കൂടി പോലീസിന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ വരുന്ന ഇരകളെ പലരെയും തന്നെ, പരാതിക്കാരെയും പലരെയും തന്നെ ഇയാൾ ഈ രീതിയിൽ തന്നെയാണ് ബിലാൽ സമീപിച്ചിട്ടുള്ളത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. മാത്രവുമല്ല, ഇവരുടെ ഈ സംഘത്തിൻ്റെ ഒരു സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം പലപ്പോഴും സിന്ധുവും ബിലാലും ചേർന്നാണ് നിയന്ത്രിച്ചിരുന്നത്. പല ബാങ്ക് അക്കൗണ്ടുകളും അതോടൊപ്പം തന്നെ ഈ പലർക്കും ഫണ്ട് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചേർന്നാണ് തീരുമാനമെടുത്തിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇതിൽ വലിയ ഇടപെടൽ നടന്ന ഗുണ്ടാ സംഘങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയവും അവരുമായിട്ട് പണ ഇടപാടുകൾ നടത്തിയിട്ടുള്ള കാര്യമെല്ലാം വ്യക്തമാകുന്നത് ഇത്തരം പരിശോധനയിലൂടെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ബിലാൽ വലിയ രീതിയിൽ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. അത് ഇവിടെ നിന്നുള്ള യുവതികളെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവിടെ എത്തിക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ അവിടെ നിയന്ത്രിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ ഇയാളുടെ പങ്ക് വലുതായിരുന്നു. ഒപ്പം നാട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതിനടക്കം ഇവർ വീഡിയോകളും മറ്റും അയച്ചു കൊടുക്കുകയും വീട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നതിനും എല്ലാം തന്നെ ബിലാൽ തന്നെയാണ് മുന്നിട്ട് നിന്നിരുന്നത് എന്നതെല്ലാമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ വെളിവാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടാനുള്ള 2 പേർ കൂടിയുണ്ട്. 2 പേർ സ്ത്രീകളുമാണ്. കൂടുതലും ഈ കേസിൽ സ്ത്രീകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പിടികൂടാനുള്ള ദുബായിലുള്ള ഷംനയും അതോടൊപ്പം തന്നെ റഹ്മത്തിനെയും ഇവർ 2 പേരെയും നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പരാതിക്കാരിയിൽ ഒരാൾ കൃത്യമായ വിവരങ്ങൾ, ഈ ബാങ്ക് ഇടപാടുകളും സംബന്ധിയായ കാര്യങ്ങൾ, ഇവരുടെ ഇടപാടുകളുടെ കുറച്ചുകൂടി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ അറസ്റ്റിലായ യുവതികളിൽ ഒരാൾ പോലീസിനോട് ഒരു മാപ്പുസാക്ഷി എന്ന രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നുണ്ട്. കുറേ കൂടി കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടലില്ല എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അത്രയും അന്വേഷണ സംഘത്തിന് കൈമാറാൻ തയ്യാറാണ് എന്ന രീതിയിലും അവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഇനി അവശേഷിക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അറസ്റ്റായ പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകലാണ്. ഇവർ 4 പേരെയും പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അതിലൂടെയാണ് ഇനിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഈ സംഘത്തിന് പുറത്ത് മറ്റാരെങ്കിലുമുണ്ട്. കാരണം ഈ വിദേശത്ത് കൊണ്ടുപോയി ആ സ്ത്രീകളെ ഈ രീതിയിൽ പീഡിപ്പിക്കുക, മറ്റ് സംഘങ്ങൾക്ക് കൈമാറുക എന്നതെല്ലാം തന്നെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ അവിടെ പരിമിതമായ ഒരു അറിവോ സാഹചര്യത്തിൽ നിന്നോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അവർക്ക് അവിടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഒത്താശ ചെയ്തു കൊടുക്കുന്ന മറ്റാളുകളുമുണ്ട്. അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നതെല്ലാം ഒരു പോലീസിൻ്റെ നിഗമനത്തിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ 4 പേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ അതിലേക്ക് കൂടുതൽ കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വൈകാതെ ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകും. ഡാനി, അതിനിടെ ഈ 2 പേർ, ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേർ ഇപ്പോഴും ദുബായിലാണ്. അവരെ പിടികൂടാനുണ്ട്. അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളുണ്ടോ? അതിനിടെ ഈ 2 പേരിൽ ഒരാൾ അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതോടെ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അവരെ ഇനി എത്തിക്കാനുള്ള നടപടികൾ കൂടുതൽ വൈകുമോ? മാത്രമല്ല, ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ മലയാളി യുവതികളെ മാത്രമല്ല ഈ റാക്കറ്റ് ദുബായിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് പെൺവാണിഭ റാക്കറ്റിന് വിറ്റത് മറ്റ് സംസ്ഥാനങ്ങളിലെയും അയൽ രാജ്യങ്ങളിലെയും ഒക്കെ യുവതികളെയും പെൺകുട്ടികളെയും ഇങ്ങനെ ഈ
കെണിയിൽപ്പെടുത്തിയിട്ടുണ്ട്, ലൈംഗിക പീഡനത്തിന് ഇരകളാക്കിയിട്ടുണ്ട് എന്ന ചില സൂചനകളുണ്ടല്ലോ. ഇതും ഈ കേരള പോലീസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ടോ? കേരള പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. ഇപ്പോൾ ഈ 2 പേരിൽ ഒരു യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, വാർത്തകളായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിന് പോലീസ് അതിനൊരു സ്ഥിരീകരണമായിട്ട് നൽകിയിട്ടില്ല, അതിനൊരു വിശദീകരണമായിട്ട് നൽകിയിട്ടില്ല. പക്ഷേ മറ്റ് മലയാളികളല്ലാത്ത മറ്റു പലരെയും ഈ സംഘം ഇതിലൂടെ ഈ ഓൺലൈൻ ക്യാമ്പയിനിലൂടെയും മറ്റും ആകർഷിച്ചിട്ടുണ്ട്, പലരെയും തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതിക്കൊപ്പം നിൽക്കുന്നതിനോ തയ്യാറായിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് കുറച്ചുകൂടി സാവകാശം ലഭ്യമാകുമ്പോൾ കൂടുതൽ പരാതിക്കാരുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പറയുന്നത്, അന്വേഷണ സംഘം പറയുന്നത്. വൈകാതെ ആ രീതിയിലുള്ള പരാതികളും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിനൊരു ജില്ലയ്ക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് ഒരു അന്തർ സംസ്ഥാന രീതിയിലുള്ള കാര്യങ്ങളെല്ലാമാണ് പോലീസ് കാണുന്നത്. ഇത് പുറത്തേക്ക് പോകുമ്പോൾ വിദേശത്തേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് അതിന് പുറത്ത് അന്തർദേശീയ തലത്തിലുള്ള ഈ മേഖലയിൽ ഉള്ള റാക്കറ്റുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളടക്കം അനിവാര്യമാണ്. പോലീസിന് ഇപ്പോഴും ഉള്ള സംശയമെന്ന് പറയുന്നത് ഈ സംഘങ്ങൾക്ക് പുറത്ത് പ്രബലരായ മറ്റുള്ളവരുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അല്ലാതെ ഇവർക്ക് മാത്രമായി ഈ രീതിയിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഈ മേഖലയിൽ ഇടപെടുന്നു. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. വിദേശത്തടക്കം ഇവരെ സഹായിക്കുന്നതിന് ആവശ്യമായ ശൃംഖലകളുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിലാണ് ഈ ചോദ്യം ചെയ്യലുണ്ടാകുക. അതോടൊപ്പം തന്നെയാണ് വിദേശത്തുള്ള 2 പ്രതികളെയും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതും. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ദുബായിലേക്ക് യുവതികളെ കടത്തി സെക്സ് റാക്കറ്റിന് കാഴ്ചവെച്ച കേസിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. ഈ കേസിലെ മുഖ്യാസൂത്രകനായ ബിലാലും യുവതികളെ പീഡിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു മൊഴി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രതികളെയും നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ ഒരു യുവതി, അതായത് പ്രതികളിൽ ഒരാളായ ഒരു യുവതി ദുബായിൽ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ചില വിവരങ്ങളും ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അവരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ധർമ്മസ്ഥല കേസിൽ നിർണായക നീക്കവുമായി SIT. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതോടെ 2ാം ഘട്ട തിരച്ചിലിനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ജൂൺ ആദ്യവാരം തിരച്ചിൽ പുനരാരംഭിച്ചേക്കും. ഇതിനിടയിൽ ബംഗ്ലഗുഡയിൽ ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം എത്തിയ SIT സംഘം തലയോട്ട് കണ്ടെടുത്ത രംഗം പുനരാവിഷ്കരിച്ചു. പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകളുമായി സാമ്യമുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എന്തായാലും വീണ്ടും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. കൊലപാതകത്തിൻ്റെ സാധ്യതകളുണ്ട്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ നടത്താനുള്ള നീക്കങ്ങളുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ, ഇനി SITയുടെ അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? എന്തായാലും ഏറെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഈ ധർമ്മസ്ഥലയിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളുണ്ടായിരുന്നു, വെളിപ്പെടുത്തലുകൾ. ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ധർമ്മസ്ഥലയിലെ ദുരൂഹമായിട്ടുള്ള സ്ഥലങ്ങൾ മണ്ണ് കുഴിച്ച് പരിശോധിച്ചത്. ഏകദേശം നിരവധി, അതായത് ഏകദേശം 13ഓളം അസ്ഥികൂടങ്ങളും 100 കണക്കിന് അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയിരുന്നു. അത് മനുഷ്യൻ്റെ അസ്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അത് കൊലപാതകമല്ല എന്നായിരുന്നു ക്ഷേത്രം ഭാരവാഹികളുടെയൊക്കെ വാദങ്ങൾ. അത് കോടതിയിലടക്കം അവർ അക്കാര്യം വാദിക്കാൻ നോക്കി. പക്ഷെ അതിനുശേഷമാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. കൊലപാതകമാണ്, അതിൻ്റെ വ്യക്തമായ സൂചനകളുണ്ട്.
നിരവധി പെൺകുട്ടികളെ കൊന്നു കുഴിച്ചുമൂടി, ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു വെളിപ്പെടുത്തൽ. അത് മരിച്ചത് പെൺകുട്ടികളാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരണം. അതിലേക്കാണ് ഇനി അന്വേഷണം നടത്തേണ്ടത്. കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയും ആരംഭിക്കേണ്ടതുണ്ട്. ബൈജു, എന്തായിരിക്കും SITയുടെ അടുത്ത നടപടി? എന്തായാലും KB ബൈജുവിലേക്ക് വരാം. വളരെ വിശദമായ രീതിയിലുള്ള പരിശോധനകളിലേക്ക് SIT കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ബംഗളഗുഡയിൽ ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം SIT ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഈ രംഗം പുനരാവിഷ്കരിച്ചു. പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകളുമായി ഇതിന് സാമ്യമുണ്ട് എന്ന വിവരമുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. ബൈജുവിലേക്ക്. എന്തായാലും ഇപ്പോൾ SITയുടെ അന്വേഷണം വലിയ തോതിലൊരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. ഏതായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം അത് നിർണായകമായിരുന്നു. ഇതിന്റെ തുടർന്ന് ഈ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ SIT ഈ ഒരു രംഗം, അതായത് തലയോട്ടി ബംഗളഗുഡയിൽ നിന്നും വിട്ടലഗൌഡ എന്ന് പറയുന്ന ഈ സൗജന്യയുടെ അമ്മാവൻ എടുക്കുന്നതും അതോടൊപ്പം ഇത് കണ്ട ദൃക്സാക്ഷിയായ പ്രദീപ് കുലാൽ എന്ന് പറയുന്ന അയാളെയും കൊണ്ടുപോയി ഇതിനകത്ത് ബംഗളഗുഡയിലേക്ക് കൊണ്ടുപോയി ഇത് ആ ഒരു രംഗം പുനരാവിഷ്കരിച്ചു. മാത്രമല്ല അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നീക്കം ഇതിൽ പ്രധാനമായും SITക്ക് ഒരു തെരച്ചിൽ ബംഗളഗുഡയിൽ നടത്താനുള്ളതാണ്. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ ബംഗളഗുഡയിൽ ഉണ്ടെന്നാണ് ഇവരുടെ മൊഴി. ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഇങ്ങനെ ഒരു കൊലപാതക സൂചനയിലേക്ക് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നതോടുകൂടി അവിടെ പരിശോധന നടത്താൻ അവർ നിർബന്ധിതമാവും. ഏതായാലും ആ ഒരു ഘട്ടം, ആ ഒരു നടപടികളിലേക്കാണ് ഇനിയിപ്പോൾ SIT കടക്കുക. ഇനി ബെൽത്തങ്ങാടി കോടതിയിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അറിയിച്ചതിന് ശേഷം കോടതിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും തെരച്ചിൽ നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജൂൺ ആദ്യ വാരത്തിൽ തന്നെ പരിശോധന ഉണ്ടായേക്കാം. അങ്ങനെയാണ് ഈ SIT ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പുറത്തു വന്ന വിവരത്തെക്കാൾ കൂടുതൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിലെടുത്ത് ഒരുപക്ഷെ തുടക്കത്തിൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ ഗൗരവം ഈ കേസിന് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 1000-ഓളം അസ്ഥികൂടങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം 8 പൂർണ്ണ അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലും ബംഗളഗുഡയിൽ നിന്നാണ്. പോയിന്റ് 6-ൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും നേരത്തെ ഇതൊരു ശ്മശാനമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടത് എന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. പക്ഷേ അതെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വന്നിട്ടുള്ളത്. ഈ ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പലതും കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ പറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു ധർമ്മസ്ഥലയിലെ കേസിൽ പുതിയ വഴിത്തിരിവായിരിക്കുന്നത്. എന്തായാലും ആ രംഗം പുനരാവിഷ്കരിച്ചിരിക്കുന്നു. അവിടെ തലയോട്ടി അവിടെ നിന്നും വിട്ടൽ ഗൌഡ പുറത്തേക്ക് എടുക്കുന്നതും അന്ന് ധരിച്ചിരുന്ന വസ്ത്രം, അതായത് ഒരു വർഷം മുൻപ് നമ്മളാണ് ആ തലയോട്ടിയുടെ ദൃശ്യം ആദ്യം പുറത്ത് വിടുന്നത് തന്നെ. ആ ഒരു എടുക്കുന്ന സമയത്ത് രാത്രിയിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ ആണ് ഈ ഒരു രംഗം പുനരാവിഷ്കരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആ ഭാഗത്ത് ഇവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു പരിശോധന നടത്തും. പക്ഷെ ഇപ്പോൾ ഈ ഒരു ബംഗളഗുഡ എന്ന് പറയുന്ന വനത്തിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അവിടെ സീൽ ചെയ്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ തന്നെ SIT അത്തരം ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ നേരത്തെയൊക്കെ ഈ 1 മുതൽ 13 വരെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിയുന്ന സ്ഥലങ്ങളായിരുന്നെങ്കിൽ ഇനിയുള്ള ഈ ഒരു പരിശോധന നടക്കുന്നത് പൂർണ്ണമായും വനത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഏത് രീതിയിലായിരിക്കും ഈ തെരച്ചിൽ നടത്തിയതെന്നും നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു കൂട്ട സംസ്കാരം ഈ ബംഗളഗുഡയിൽ നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ചിന്നയ്യ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ, ആ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മറ്റു മൃതദേഹങ്ങളും കിട്ടിയെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നിലവിൽ ചിന്നയ്യയാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്. പക്ഷേ പിന്നീട് ഇയാളെ സാക്ഷിയാക്കുകയും അതിനുശേഷം ഇയാളെ പ്രതിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഒരു ബൈജു, തീർച്ചയായും അത്തരം സങ്കീർണമായിരുന്നു ഈ കേസിന്റെ അന്വേഷണം ഈ SITയെ സംബന്ധിച്ച്. പക്ഷെ ചില ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സൂചനകൾ ഇവിടെ ഈ കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയല്ലേ? മാത്രമല്ല പരാതി ലഭിച്ച 2 പേരുടെ
DNA സാമ്പിളും ഈ അസ്ഥികൂടവും ഈ ശാസ്ത്രീയ പരിശോധനയും തമ്മിൽ ചില ബന്ധമുണ്ട്, ചില സാമ്യമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളുമുണ്ടല്ലോ. അത് ആരുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? എത്ര പേരായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ കാണാതായി എന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയത് എത്ര കുടുംബങ്ങളാണ്? അതുമായി ബന്ധപ്പെട്ടൊരു വിവരങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നു? ഹലോ, ബൈജു, ഇത് ഈ DNA പരിശോധനാ ഫലം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഈ ചില സാമ്പിളുകൾ ലഭിച്ചപ്പോൾ ഈ കാണാതായി എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതി ലഭിച്ച 2 പേരുടെ സാമ്പിളുമായതിന് ഈ അസ്ഥികൂടങ്ങൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ സാമ്യമുണ്ട് എന്ന വിവരങ്ങളുണ്ടല്ലോ. അത് ആരുടേതാണെന്ന ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ SIT? ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരമല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് കുടകിൽ നിന്നും കാണാതായ ഒരാളുടെയും അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്നും കാണാതായ ഒരാളുടെയും ഈ ഒരു അവരുടെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNA ആണ് ഇതിൽ സാമ്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കൂടുതൽ മൃതദേഹങ്ങളുടെ DNA, അതായത് 72 പരാതികളാണ് ഈ ഒരു കേസ് ആരംഭിച്ചതിന് ശേഷം SITക്ക് മുൻപാകെ വന്നത്. അങ്ങനെ 72 പേരുടെ DNA പരിശോധനാ ഫലം ശേഖരിച്ചു വെച്ചിരുന്നു. ഈ അസ്ഥികൂടങ്ങളുമായി, അതായത് ബംഗളകുട്ടിയിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളുമായി ഇതെല്ലാം ഫോറൻസിക് പരിശോധനയിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് 2 എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണം വരുന്നത്. പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അത് ഇപ്പോൾ കുടകിൽ നിന്നും മൈസൂറിലേക്ക് പോയ ഒരാൾ ഈ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത് വളരെ നിർണായകമാണ്. കാരണം DNA പരിശോധനാ ഫലത്തിൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ, അതായത് 1000-ഓളം അസ്ഥികൂടങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത് 8 അസ്ഥികൂടങ്ങളാണ് പൂർണ്ണമായിട്ടുള്ളത്. അതെല്ലാം ഇപ്പോൾ വന്ന പരാതി അനുസരിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അത് സാമ്യമാവാം. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കും. അത് SITയും നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരു കേസിലെങ്കിലും ആളെ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൊലപാതകമാണെന്ന് ഫോറൻസിക് പരിശോധനയിലും കണ്ടെത്തിയാൽ ഈ കേസിൽ അത് വലിയ വഴിത്തിരിവാമെന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഒരു കൊലപാതകം നടന്നതിന്റെ അവരുടെ പരാതിക്കാരെ ലഭിച്ചു എന്നതും ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വന്നതോടുകൂടി ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് SIT ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ചേർത്ത് വെൽത്തങ്ങാടി കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. മാത്രമല്ല ഈ ഹൈക്കോടതിയിൽ ഇതിന്റെ പൂർണ്ണമായ ഒരു കുറ്റപത്രം ഇനിയും സമർപ്പിച്ചിട്ടില്ല. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഈ ഫോറൻസിക് പരിശോധനാ ഫലം ഇത്തരത്തിൽ വരുന്ന എന്നതൊന്നും പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിശോധന നടത്തി ഇനിയിപ്പോൾ ഈ കൂടുതൽ സമയം ഇനി ചോദിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം 8 മാസത്തിലധികം സമയമെടുത്തതാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു താമസം വന്നത്. പക്ഷേ അപ്പോഴും നിർണായകമായ തെളിവുകൾ ഈ ഒരു അതാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയധികം വൈകിയത്, ഈ കാലതാമസം ഉണ്ടായത്, പരിശോധനാ ഫലം വൈകിയതും കേസ് അന്വേഷണം വീണ്ടും ആരംഭിക്കാനൊക്കെ ഒരു കാലതാമസം ഉണ്ടായത് കേസിനെ ഏത് രീതിയിൽ ബാധിക്കും, അവിടെ നിന്ന് തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുകയായിരുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. കേസിലെ പ്രതിയും കൊടും കുറ്റവാളിയുമായ ബ്രൂസ്ലി ഷിബു ഇന്ന് രാവിലെ കാട്ടാക്കട KSRTC പരിസരത്തെത്തിയിരുന്നു. KSRTC ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് ഇയാളെ കൈയോടെ പിടികൂടുകയുമായിരുന്നു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? ഇയാളൊരു കൊടും കുറ്റവാളിയാണെന്ന വിവരമുണ്ട്. സ്ഥിരം ഇതിനു മുൻപും മറ്റു പല കേസുകളിലും പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞത്? കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു ഈ കേസിന്റെ ആസ്പദമായ സംഭവം നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പറയുന്ന KSRTC ഡിപ്പോയിലും പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുകയായിരുന്ന മാനസിക വെല്ലുവിളി നേടുന്ന ഒരു സ്ത്രീക്ക് നേരെയാണ് ഇയാൾ അതിക്രമം നടത്തിയത്. ഈ പിടിയിലായ ആര്യനാട് സ്വദേശിയായ ബ്രൂസ്ലി
ഷിബു, ഇയാൾ നിരവധി കേസിലെ പ്രതിയും ഒപ്പം ലഹരി ഇടപാടുകൾ നടത്തുന്ന ഒരാളാണെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അന്ന് തന്നെ മനസ്സിലായത്. പോലീസ് അന്ന് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് രാവിലെ സ്റ്റേഷനിലെത്തിയ ഡിപ്പോയിലെത്തിയ ഉദ്യോഗസ്ഥർ CCTV പരിശോധിച്ചപ്പോഴാണ് ഈ സ്ത്രീക്ക് നേരെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ലൈംഗിക വൈകൃതം കാണിക്കുന്നത് കാണുന്നത്. തുടർന്നായിരുന്നു ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കേസെടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും. ഇയാളെ അന്ന് പോലീസ് തെരഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇന്ന് ഇയാൾ KSRTC പരിസരത്ത് എത്തുകയായിരുന്നു. ഇത് കണ്ടെത്തിയ ജീവനക്കാർ വീണ്ടും പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാൾ കാട്ടാക്കട സ്റ്റേഷനിലാണ് ഉള്ളത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കും. സോം. യെസ്, ഇയാളെക്കുറിച്ചുള്ള, അതായത് ഈ പരിസരത്ത് തന്നെ ഇയാൾ ഒളിവിലാണെന്നായിരുന്നു തുടക്കത്തിൽ പോലീസ് കരുതിയിരുന്നത്. പക്ഷേ വീണ്ടും ആ കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇയാൾ എത്തുന്നു. അതെന്തിനാണ് എത്തിയത് എന്ന വിവരമുണ്ടോ? മാത്രമല്ല, ഇതിനു മുൻപും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണോ? തീർച്ചയായും ഷിബു, ഇയാൾക്ക് നിരവധി കേസുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി ഇടപെടലുകളാണ് പ്രധാനമായും, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘത്തിന്റെ പ്രധാന കണ്ണിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, നിരവധി അടിപിടി കേസുകളിലും പ്രതിയാണെന്നും പോലീസ് പറയുന്നു. പോലീസിന് ഇയാളെ CCTVയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. തുടർന്നായിരുന്നു അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇയാൾ കടന്നു കളയുകയായിരുന്നു. ഇന്ന് വീണ്ടും ഈ പറയുന്ന കാട്ടാക്കട ഡിപ്പോയിൽ തന്നെ എത്തിയപ്പോൾ ജീവനക്കാർ പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരുന്നു കാട്ടാക്കട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി സ്പോട്ട് ലൈവിന് പോകുകയാണ്. കൊല്ലം കടക്കലിൽ ദമ്പതിമാരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കടക്കൽ അഞ്ചുമുക്ക് സ്വദേശി സുഗതൻ, ഭാര്യ ലത എന്നിവരാണ് മരിച്ചത്. വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ഇരുവരുടെയും മരണം. പോലീസ് എത്തി തുറന്ന നടപടികൾ സ്വീകരിക്കുകയാണ്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, രണ്ടുപേരും വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. അതായത് രണ്ടുപേരും ജീവനെടുക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ആത്മഹത്യക്കുറിപ്പ് മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം കടക്കലിലാണ്. കടക്കൽ വീടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭാര്യ ലത കിടപ്പുമുറിയിൽ കട്ടിലിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഭർത്താവ് തൊട്ടടുത്ത റൂമിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇവരെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിൽ ഒരാൾ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള നിലയിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നു. ബന്ധുക്കളൊക്കെ സ്ഥലത്തെത്തി, പോലീസും സ്ഥലത്തെത്തി. അതിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്കുറിപ്പുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവർ ഇന്ന് വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ്. വിദേശത്ത് ഇവർക്ക് വ്യവസായമൊക്കെ ഉള്ളതാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു മകൻ കൂടിയുണ്ട്. മകൻ കഴിഞ്ഞ ദിവസം തന്നെ വിദേശത്തേക്ക് പോയിരുന്നുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതശരീരം ബന്ധുമിത്രാദികൾക്ക് വിട്ടുനടക്കും. കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോം, വിനീഷ്, എന്തായാലും അവരുടെ ഒരു വീടും പരിസരമൊക്കെ കണ്ടിട്ട് അത്ര സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് കുടുംബപരമായ പ്രശ്നമാണോ, മറ്റെന്തെങ്കിലും ദുരൂഹത ഈ മരണത്തിൽ ബന്ധുക്കൾ സംശയിക്കുന്നുണ്ടോ? നിലവിൽ അത്തരം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അത്തരം അഭിപ്രായങ്ങളൊന്നും തന്നെ ഉയരുന്നില്ല. എങ്കിൽ പോലും പോലീസ് സംശയിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിക്കാൻ തക്കതായ കാരണമുണ്ടെന്ന് തന്നെയാണ്. ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവർ. മറ്റുള്ളവരെ അതായത് ഈ പാവങ്ങളെ സഹായിക്കാനൊക്കെ വലിയ മനസ്സുള്ളവരാണ്. ചിതറയിൽ കുറച്ച് വീടും വസ്തുക്കളൊക്കെ ഇഷ്ടദാനമായിട്ട് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ദമ്പതിമാരുടെ ഈ ഒരു മരണം ശരിക്കും നാടിനെ വലിയ
രീതിയിൽ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഈ സുമനസ്സുകളെ സഹായിക്കാനൊക്കെ വലിയ മനസ്സുള്ള ആളാണ്. ഇവർ വിദേശത്തായിരുന്നു, വിദേശത്ത് ഇവർക്ക് വീടുണ്ട്, അവിടെ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. ഇന്ന് ഇവർ വിദേശത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ ഈ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നടക്കമാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകൻ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ മകൻ്റെ മൊഴിയൊക്കെ നിർണായകമാണ്. എന്താണ് ഉള്ളത്, മകൻ നാട്ടിൽ വന്നതിന് ശേഷമാകും പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും ഇത്തരം ഒരു വീട്ടിലെ 2 പേരുടെ ഒരു മരണമാണ് വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വീട്ടമ്മയെ കിടപ്പുമുറിയിൽ ബെഡ്റൂമിൽ തന്നെ മൃതശരീരം കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോഴാകും കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അമ്മയുടെ മരണം എങ്ങനെയാണ് നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോലീസ് അത്തരത്തിലേക്ക് നീങ്ങുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ മരണത്തിന് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നൊരു കുടുംബമാണ്. പക്ഷെ പിന്നെ എന്തിനായിരിക്കാം അവർ ജീവനൊടുക്കിയത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.